ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്ന് ഓട്ടോകാഡിൻ്റെ കുറച്ച് ടൂൾസ് പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന ലൈൻ ടൂളാണ്. ലൈൻ ടൂൾ നമുക്ക് രണ്ട് ടൈപ്പായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. കമാൻഡ് അടിച്ചിട്ട് എടുക്കാം. എല്ലിൽ നിന്ന് കമാൻഡ് അടിച്ചാൽ നമുക്ക് ലൈൻ ടൂൾ സെലക്ട് ചെയ്യും. അതുകൂടാതെ നമുക്ക് മുകളിലത്തെ ടാബിൽ ലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷനും സെലക്ട് ചെയ്യാൻ സാധിക്കും. അത് വെച്ചിട്ട് നമുക്ക് വരയ്ക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ലൈൻസ് എന്ന് പറയുന്നത് ഓരോന്നും സെപ്പറേറ്റ് ലൈൻസ് ആയിട്ടായിരിക്കും നമ്മൾ വരച്ചു കഴിയുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വരയ്ക്കുന്ന കമാൻഡ് അടിച്ച് നോക്കാം. അപ്പോൾ താഴെ കാണുന്ന കമാൻഡ് ബാറിൽ നമ്മൾ എല്ലിന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഓപ്ഷൻ വരും. അത് സെലക്ട് ചെയ്ത് നമുക്ക് ലൈൻസ് വരയ്ക്കാം. ആദ്യം നമ്മൾ ചെയ്തത് മുകളിലത്തെ ടാബിൽ നിന്നുള്ള ലൈൻ ടൂൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വരച്ചത്. രണ്ടും ലൈൻ സെയിം തന്നെയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് പോളി ലൈൻ നോക്കാം. പോളി ലൈനിന് നമ്മൾ PL എന്നാണ് നമ്മൾ കമാൻഡ് അടിക്കുന്നത്. അത് നമുക്ക് എങ്ങനെ വരയ്ക്കാം? അതും രണ്ടൊരു ഓപ്ഷൻ ചെയ്യാൻ പറ്റും. കമാൻഡ് ബാറിൽ PL അടിക്കുകയും മുകളിലത്തെ ടാബിൽ പോളി ലൈൻ എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അത് വഴിയും നമുക്ക് വരയ്ക്കാം. പോളി ലൈൻ വെച്ച് വരയ്ക്കുന്ന ലൈൻസ് എന്ന് പറയുന്നത് ഇപ്പോഴും ജോയിൻ ആയിട്ടായിരിക്കും ഇരിക്കുക. അതൊരു ബ്ലോക്ക് ആയിട്ടായിരിക്കും നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി അതിനെ സ്പ്ലിറ്റ് ആക്കാൻ നമുക്ക് സെലക്ട് ചെയ്തിട്ട് എക്സ്പ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പോളി ലൈൻസിനെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ലൈൻസായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഇനി എക്സ്പ്ലോർ ചെയ്യാനാണ് നമ്മൾ EX എന്നുള്ള കമാൻഡാണ് നമ്മൾ അടിക്കുന്നത്. അപ്പോൾ നമുക്ക് ലൈൻസ് വരച്ച പോലത്തെ ഓരോ ലൈൻസ്, രണ്ട് ജോയിൻ്റ് ഉള്ള ഓരോ ലൈൻസായിട്ട് നമുക്ക് പോളി ലൈൻസിനെ കൺവേർട്ട് ആക്കാൻ പറ്റും. ഇനി ലൈൻസിനെ നമുക്ക് ഒരു പോളി ലൈൻ പോലെ അല്ലെങ്കിൽ ജോയിൻ ആയിട്ടൊരു ലൈൻ വേണമെങ്കിൽ നമുക്കതിനെല്ലാം സെലക്ട് ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്യാം. ദാറ്റ് ഈസ് B എന്നടിക്കാം. B എന്നടിക്കുമ്പോൾ ബ്ലോക്ക് കിട്ടും. നമ്മൾ എന്തെങ്കിലും ഒരു പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് OK കൊടുക്കുക. അപ്പോൾ നമുക്കത് ബ്ലോക്കായിട്ട് കിട്ടി. പിന്നെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതൊരു ഒറ്റ ബ്ലോക്കായിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യൂ. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ വരെ സ്റ്റേ ട്യൂൺ.